ഹലോ, ഹായ്. ശ്രീരാഗമാണ്. ഞാനെപ്പോഴും നിങ്ങൾ എൻ്റെ ഫോട്ടോ നോക്കിയാലോ അല്ലെങ്കിൽ വീഡിയോസൊക്കെ നോക്കിയാലോ എപ്പോഴും ഒരു എന്താ പറയുക, ഒരു പച്ചപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് മൊത്തം ഒരു ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോ എടുക്കാനും വീഡിയോ ചെയ്യാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം എനിക്ക് എന്താ പറയുക, പ്രകൃതിയായിട്ട് അല്ലെങ്കിൽ നാച്ചുറുമായിട്ട് ഇണങ്ങി നടക്കാനാണ് ഒത്തിരി ഇഷ്ടം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മഴ പെയ്യുന്ന സമയങ്ങളിൽ, ഇപ്പോൾ ജൂൺ സമയത്തൊക്കെ മഴ തുടങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ, പലപ്പോഴും കുട ചിലപ്പോൾ മിക്കവാറും ബാഗിനകത്തുണ്ടാവും. മിക്കവാറും ഒക്കെ ഞാൻ ഈ മഴ കൊള്ളാനായിട്ട് നടക്കാറുണ്ട്. ഇപ്പോഴും ഞാൻ താമസിക്കുന്ന സ്ഥലത്തിനടുത്ത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ റബ്ബറുകളും പിന്നെ കുറച്ച് ചെടികളും മരങ്ങളും ഒക്കെയുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്ലേസാണ്. അപ്പോൾ ഞാൻ മിക്കവാറും ഒക്കെ എനിക്ക് ഈ ചെറിയ മഴയും ചാറ്റൽ മഴയൊക്കെ ഉണ്ടെങ്കിൽ നടക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഞാൻ നടക്കാറെന്ന് പറഞ്ഞാൽ മിക്കവാറും ഒക്കെ ഈ മഴയൊക്കെ കൊണ്ട് ഈ ചെടിയിലൊക്കെ ഒന്ന് അത് ചേറൊക്കെ ഇങ്ങനെ കാലിലൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് തൊടുന്നൊരു പ്രത്യേക സുഖമാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ നടന്ന് മഴയത്ത് പാട്ടൊക്കെ പാടി, ഇപ്പോൾ മിക്കവാറും ഒക്കെ ആ സമയത്തൊക്കെയാണ് ഞാൻ റീൽസൊക്കെ കൂടുതൽ ഞാൻ ചെയ്യാറ്. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നു ഞാൻ ഈ നടക്കുമ്പോൾ തന്നെ കുറേ ഒരു 3-4 റീൽസ് ഇങ്ങനെ ചെയ്ത് പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത്, പ്രകൃതിയായിട്ടുള്ളൊരു ബന്ധം അല്ലെങ്കിൽ ഒരു റിലേഷൻ, ശരിക്കും അവധൂതൻ എന്ന് പറയുന്ന സിനിമ ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചതും എന്നെ കൊണ്ടെത്തിച്ചതുമൊക്കെ ആ ഒരു പ്രണയമാണ്. എനിക്ക് നാച്ചുറലായിട്ടുള്ളൊരു പ്രണയം, പ്രകൃതിയായിട്ടുള്ളൊരു പ്രണയം. ഈ അവധൂതന്മാരെന്ന് പറയുന്നത് ഈ പ്രകൃതിയായിട്ട് ഇണങ്ങി അത്തരത്തിൽ ജീവിക്കുന്ന ഒരു ആൾക്കാരെയാണ് ഈ അവധൂതന്മാരെന്ന് പറയുന്നത്. കാരണം അവർ സമൂഹത്തിലെ മറ്റ് മനുഷ്യരിൽ നിന്നൊക്കെ മാറി ഒരു അപരിഷ്കൃതമായ ഒരു വേഷമൊക്കെ ധരിച്ച്, അതായത് ഇവർക്ക് ഈ ആൾക്കാർ കൂടുന്ന സ്ഥലത്ത് ഇവർ അങ്ങനെ നിൽക്കാറില്ല. ആൾക്കാരിൽ നിന്ന് മാറി ഒതുങ്ങി ഒരു വേറെ ഒരു എന്ന് പറഞ്ഞാൽ ഒരു വൃത്തികെട്ട ഒരു വേഷത്തിലൊക്കെയാണ് പലരും നടക്കാറ്. കാരണം നമ്മൾ കാണുമ്പോൾ ഒരു അറപ്പും വെറുപ്പും ഒക്കെ തോന്നുന്ന രീതിയിലുള്ള കുപ്പായങ്ങളും അല്ലെങ്കിൽ ഇവരുടെ പ്രാകൃതമായിട്ടുള്ള താടിയും മുടിയൊക്കെ ആയിട്ട് അങ്ങനെ ആൾക്കാരിൽ നിന്ന് മാറിയാണ് ഇത്തരക്കാർ ജീവിക്കാറുള്ളത്. പക്ഷേ ഇവർക്ക് ഉള്ള ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്, ഇവരുടെ ഒരു പവർ അല്ലെങ്കിൽ ഇവരുടെ ഒരു കഴിവ്, അത് കുറച്ച് ആൾക്കാരെങ്കിലും മനസ്സിലാക്കും. അങ്ങനെ ഇവരെ മനസ്സിലാക്കിയ ആൾക്കാർ ഇവരെ അന്വേഷിച്ചു വരുമ്പോഴാണ് ഇവരുടെ മഹത്വം അറിയുന്നത്. കാര്യം ഇവർക്ക് ഇപ്പം ഒരാളിൻ്റെ ഇപ്പം ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവധൂതന്മാർക്ക് ഒരാളെ കാണുമ്പം തന്നെ അവർക്ക് ഇയാളുടെ പാസ്റ്റ് എന്തായിരുന്നു, ഇയാളുടെ ഫ്യൂച്ചർ എന്തായിരുന്നു, അത് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ എന്താണ് ഇദ്ദേഹത്തിന് സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ പ്രസൻറ്റ് ഇയാൾ ഏത് സിറ്റുവേഷനിലാണ് ഇവിടെ വന്ന് ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് പറയാൻ അറിയുന്ന ആൾക്കാരാണ്. കാര്യം അവരങ്ങ് ഒബ്സർവ് ചെയ്യും, ഇവരങ്ങ് മനസ്സിലായില്ലേ. അപ്പോൾ അത്തരത്തിലുള്ള വളരെ സിദ്ധിയുള്ള ആൾക്കാരാണ് ഈ അവധൂതന്മാർ. ഇപ്പോൾ അവധൂതന്മാർ പല പ്രശ്നങ്ങളും പരിഹരിച്ചിട്ട് ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് വീണ്ടും ഈ അവധൂതന്മാരെ തേടി വരുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. കാര്യം ഇത് ഇപ്പോഴും വളരെ ജെന്യുവനായിട്ട് ഈ അവധൂതന്മാരുടെ അനുഗ്രഹം കിട്ടിയ ഒരുപാട് മനുഷ്യരുണ്ട്. ഇത് ഞാനിപ്പോൾ പറയുന്നത് ഇങ്ങനെ, ഇത് എനിക്ക് തോന്നുന്നു വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്നൊക്കെ പറയുന്ന ഏഷ്യാനെറ്റിൻ്റെയൊക്കെ വലിയ പ്രോഗ്രാംസിനകത്തൊക്കെ ഒരുപാട് ഈ അവധൂതരായിട്ടുള്ള ഈ ആൾക്കാരുടെ ഇൻ്റർവ്യൂസ് എന്ന് പറഞ്ഞാൽ അവരെക്കുറിച്ചുള്ള ഫീച്ചർ വരെ ഈ പ്രോഗ്രാമിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാര്യം ഒരു ആർട്ടിസ്റ്റാണ്. ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ വരയ്ക്കുന്ന ആളാണ്. അപ്പം ഞാൻ സിനിമയിൽ ആർട്ട് അസിസ്റ്റൻ്റായിട്ട് തുടങ്ങുന്നതും എനിക്ക് ഈ വരയ്ക്കാനുള്ള കഴിവുള്ളതുകൊണ്ടാണ്. അപ്പോൾ വരയ്ക്കുമ്പം നമ്മൾ പ്രകൃതിയിൽ കാണുന്ന കാര്യങ്ങൾ നമുക്ക് ഏറ്റവും പെട്ടെന്നൊക്കെ നമ്മൾ ആദ്യം വരയ്ക്കുന്നുണ്ടാണ് ഒരു മലയും അല്ലെങ്കിൽ സൂര്യനൊക്കെയാണ്. നമ്മൾ സാധാരണ ഇപ്പോൾ കുട്ടികൾക്ക് തന്നെ ഡ്രോയിങ് ഒക്കെ പഠിപ്പിക്കുന്ന സമയത്ത് മിക്കവാറും ഒക്കെ മലയും സൂര്യനും ഒക്കെയാണ് ആദ്യം പഠിപ്പിക്കുന്നത്.
അപ്പോൾ അങ്ങനെയൊക്കെ, അപ്പോൾ അതൊക്കെ ഒരു പ്രകൃതിയിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ് അല്ലേ, പ്രകൃതിയിലുള്ള കാര്യങ്ങളാണ്. ഈ ചെടിയാണെങ്കിലും മരയാണെങ്കിലും പുഴയാണെങ്കിലും പുഴയുടെ കടവും പിന്നെ വഞ്ചിയും ഒക്കെയാണ് നമ്മൾ ആദ്യം വരയ്ക്കാനായിട്ട് പഠിക്കുന്നത്. അപ്പോൾ പ്രകൃതിയിൽ തന്നെ മനോഹരമായ ചിത്രങ്ങളുണ്ട്. അപ്പോൾ ആ ചിത്രങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു, നമ്മളത് കടലാസിലേക്ക് പകർത്തുന്നു അല്ലേ. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പ്രകൃതിയിൽ തന്നെ എല്ലാം ഉണ്ട്. ഇപ്പോൾ ചിത്രങ്ങൾ മാത്രമല്ല, പ്രകൃതിയിൽ തന്നെ സംഗീതമുണ്ട്, അല്ലെങ്കിൽ പ്രകൃതിയിൽ തന്നെ ഒരു സിംബോളിക്കായിട്ട് നമുക്ക് മനുഷ്യർക്ക് വേണ്ടതെല്ലാം എല്ലാ കാര്യങ്ങളും പ്രകൃതിയിൽ തന്നെയുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാനും പ്രകൃതിയായിട്ട് ഉള്ള ഒരു എന്താ പറയുക, ഒരു അടുപ്പം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പ്രണയം എന്ന് പറയുന്നത് ഇത്തരത്തിലൊക്കെയുള്ള ഒരു ചിന്തയും, അല്ലെങ്കിൽ നമ്മൾ പ്രകൃതിയിൽ തന്നെ, കാര്യം ഞാനൊരു കലാകാരൻ കൂടെ ഒരു ആർട്ടിസ്റ്റ് കൂടെ ആയതുകൊണ്ടായിരിക്കാം. കാര്യം ഇപ്പോൾ ഒരു പുലരിക്ക് ഉള്ള സൗന്ദര്യവും, അല്ലെങ്കിൽ ഇപ്പോൾ സായാഹ്നത്തിന് കിട്ടുന്ന ഒരു സൗന്ദര്യവും, ഇപ്പോൾ സൺസെറ്റ് നമ്മൾ കാണുമ്പോൾ ഉള്ള നമ്മളുടെ മനസ്സിൻ്റെ ഒരു സന്തോഷവും, അല്ലെങ്കിൽ പുലരി കാണുമ്പോൾ ഉള്ളൊരു സന്തോഷവും ഒക്കെ നമുക്ക് ഇതുപോലുള്ള കടലാസുകളിലും അല്ലെങ്കിൽ നമ്മുടെ ക്യാൻവാസിലുമൊക്കെ നമുക്ക് പകർത്താൻ വേണ്ടി കഴിയുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ. അപ്പോൾ പ്രകൃതിയിൽ നിന്നാണ് നമുക്ക് എല്ലാം കിട്ടുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പോൾ മരുന്നുകളാണെങ്കിലും, മരുന്നിൻ്റെ ഇപ്പോൾ ആയുർവേദമാണെങ്കിലും ഒക്കെ നമ്മൾ നോക്കിയാൽ അറിയാം, നമുക്ക് ഇതിൻ്റെ പുറകെ നമ്മൾ പോകുമ്പോൾ അറിയാം എല്ലാത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് പ്രകൃതി തന്നെയാണ്. അപ്പോൾ നാച്ചർ എന്ന് പറയുന്ന സംഭവത്തിന് എൻ്റെ ലൈഫിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. കാര്യം ഞാൻ പറഞ്ഞില്ല, ഒരു ഫോട്ടോ ഞാൻ എടുത്തിരുന്നാലും അല്ലെങ്കിൽ ഒരു വീഡിയോ എടുത്തിരുന്നാലും ഒക്കെ സുന്ദരമായിട്ടുള്ളൊരു പ്രകൃതിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് അവിടെ ഉണ്ടാവും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എന്നെ എന്താ പറയുക, ഇപ്പോൾ ഫോട്ടോഗ്രാഫി ആണെങ്കിലും ശരി, ചിത്രങ്ങളാണെങ്കിലും ശരി, എൻ്റെ ഡയറക്ഷനാണെങ്കിലും ശരി, ഒത്തിരി എനിക്ക് നാച്ചുറലായിട്ട് പ്രകൃതിയുടെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് എനിക്കിതൊക്കെ ചെയ്യാൻ കഴിയുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോയ്ക്ക് കമൻ്റായിട്ട് ഇടുക. പിന്നെ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് ഇനിയും കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ, ടാറ്റ, സീ യു.